ഇങ്ങനെയാണ് ഞങ്ങളെല്ലാം ചെയ്യപ്പെടുന്നത്. ഞങ്ങളിവിടെ വന്ന് 10-50 വർഷമായി, ഞങ്ങൾക്ക് ഇന്ന് വരെ ഒരു ആപത്ത് വന്നിട്ടില്ല. ഇനി ഞങ്ങൾ ഈ കൃഷി കൊണ്ടാണ് ജീവിക്കുന്നത്. ഇതില്ലാതെ ഞങ്ങളെല്ലാം ചെയ്യും. 5-6 കൊല്ലമായി ഞങ്ങൾക്ക് ഇങ്ങനെ പിന്നെ ഇത് ആനശല്യം തുടങ്ങിയിട്ട്. ഞാൻ കൊണ്ടുവന്നാണ് ഞങ്ങൾ ജീവനെ രക്ഷിച്ചാൽ മതി സർക്കാർ. കോരത്തോട് കൊമ്പുകുത്തിയിൽ ജനവാസ മേഖലയിൽ കാട്ടാനയുടെ ആക്രമണം. രാത്രിയിൽ വീടിന്റെ സിറ്റ് ഔട്ടിൽ കയറി നിന്ന കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്നും തലനാരിഴയ്ക്കാണ് വൃദ്ധ ദമ്പതികളായ കൊമ്പുകുത്തി പടലിക്കാട്ട് ദാസനും ഭാര്യ പുഷ്പയും രക്ഷപ്പെട്ടത്. വൈകുന്നേരം ആനയുടെ സാന്നിധ്യം മേഖലയിൽ ഉണ്ടെന്ന വിവരം ലഭിച്ച ദാസൻ കാട്ടാനയെ പുരയിടത്തിൽ നിന്നും തുരത്താൻ റബ്ബർ ഷീറ്റ് ഡിഷ് അടിച്ച് ശബ്ദമുണ്ടാക്കിയതിനു ശേഷം കയറി കിടന്നുറങ്ങി. എന്നാൽ രാത്രി 11 മണിയായ വീടിന് പുറത്തുള്ള ശബ്ദം കേട്ട് ദാസന്റെ ഭാര്യ പുഷ്പ കതക് തുറന്ന് ആനയെ ഓടിക്കുവാനായി ശബ്ദമുണ്ടാക്കാൻ വീടിന് മുന്നിൽ സൂക്ഷിച്ചിരുന്ന റബ്ബർ ഷീറ്റ് ഡിഷ് എടുത്ത് തിരിച്ചു വീട്ടിലേക്ക് കയറുന്നതിനിടയിലാണ് പുഷ്പയുടെ നേരെ കാട്ടാന ചീറിപ്പാഞ്ഞെടുത്തത്. വീടിന്റെ സിറ്റൌട്ടിൽ മുൻകാലെടുത്ത് വെച്ച് പുഷ്പയെ പിടിക്കുവാനായി ആയുന്നതിന് മുമ്പ് തന്നെ ദാസൻ ഭാര്യയെ സിറ്റൌട്ടിൽ നിന്നും ഹാളിലേക്ക് തള്ളി മാറ്റുകയായിരുന്നു. ഒരു 10:55 എഴുന്നേറ്റ് അപ്പുറം ലൈറ്റടിച്ച് ഇവിടെ. അപ്പം മഴ പെയ്തുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയില്ല. അവിടെ ഞാൻ തീ എന്നും ഇടും. അപ്പോൾ ആന അപ്പുറത്ത് നിന്ന് ഇത് തിന്നുന്നുണ്ട്, വാഴ തിന്നുകയായിരുന്നു. ഞാൻ കുരുത്തത്തിന് എനിക്ക് പോകാൻ അങ്ങോട്ട് തോന്നിയില്ല. ഞാൻ തിരിച്ച് വന്ന് കയറി കിടന്നു. മഴ ചെയ്തപ്പോൾ കിടന്ന് 5 മിനിറ്റ് കഴിയുമ്പോൾ എന്നെ പുള്ളിക്കാരി പിടിച്ച്, ഇത് ആനയാണ് അവിടെ കപ്പ പറിക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ എഴുന്നേറ്റ് അവിടെ നിൽക്കുന്ന പുള്ളിക്കാരി വന്ന് ഈ ഡീഷ് എടുക്കാൻ വേണ്ടി ഇവിടെ ഇറങ്ങി ഇത് എടുക്കുകയും ആന ഓടി വന്നു ഞങ്ങളുടെ മുമ്പിൽ വന്ന് നിന്ന്. കുരുത്തത്തിന് തുമ്പിക്കാരി പൊക്കിയില്ല. എല്ലാം രണ്ടുപേരും ഒന്നുപോലെ പിടിച്ചാനെ. ഞാൻ പിന്നെ പുള്ളിക്കാരി വേഗം വലിച്ച് മുറിക്കാത്തൂടെ കയറ്റി വേണ്ട ചവിട്ടിയത് ആന. ഈ കാല കഴിച്ച് ഇവിടെ കയറി ആ കുട ചവിട്ടി ഓടിച്ച് കമ്പി വളച്ച്. പിന്നെ പോയ പോക്കിനെ അതെല്ലാം മറിച്ചിട്ടിട്ട് അപ്പുറത്ത് പോയി അവിടെ കുറേ വാഴയുണ്ടായിരുന്നു, അതെല്ലാം നശിപ്പിച്ചിട്ട് പിന്നെ ഈ അപ്പുറത്ത് ഫോറസ്റ്റുകാർ വന്നു. ഒരു 10 മണിയായപ്പോൾ വന്ന് അവർ കഴിഞ്ഞ് അപ്പോൾ പറഞ്ഞു അവർ അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞു. അവരും ഇവിടെ തന്നെ നിന്നിട്ട് അത് അപ്പോൾ അപ്പുറത്തെ ഒച്ച കേട്ടപ്പോൾ ആന തിരിച്ചു വന്ന് താഴെ വന്ന് ഇവർ പടക്കം പൊടിച്ചു. ഫോറസ്റ്റുകാർ വെടി പൊട്ടിച്ച് ആ കലിപ്പിനാണ് പോയി വെട്ടുന്ന റബ്ബർ 3-4 മരത്തിൻ്റെ തൊലി മൊത്തം കളഞ്ഞിട്ട് താവോട്ട് ഇറങ്ങിപ്പോയി. വ്യാഴാഴ്ച കൊമ്പുകുത്തിയിൽ പുളിക്കൽ പത്മനാഭപിള്ളയുടെ വീട്ടുമുറ്റത്ത് കാട്ടാനയെത്തി. ആനയെ കണ്ട് ഭയന്ന് വീട്ടുകാർ നിലവിളിച്ചതോടെ ആന വീടിന്റെ കതക് കുത്തിപ്പൊളിച്ചു. വീടിനകത്തുണ്ടായിരുന്ന കട്ടിൽ, മേശ, TV അടക്കമുള്ള ഗൃഹോപകരണങ്ങളും നശിപ്പിച്ചു. വീട്ടുകാർ പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കാട്ടാനയുടെ ശല്യം രൂക്ഷമായതോടെ ഒട്ടുമിക്ക വീട്ടുകാരും രാത്രികാലങ്ങളിൽ കിടന്നുറങ്ങുന്നത് തന്നെ തീ കത്തിച്ച് ആഴിയൊരുക്കുകയാണ്. 6 മണി കഴിഞ്ഞാൽ വീടിന് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് കാട്ടാനയുടെ സാന്നിധ്യം മേഖലയിൽ ഉണ്ടായിരിക്കുന്നത്.